എമ്പുരാൻ വിവാദത്തിൽ മോഹൻലാലിന്റെ ഗീതപ്രകടനം വന്നതോടെ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു പേരുണ്ട്, മുരളി ഗോപി. മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂറും പങ്കുവച്ചിട്ടും മുരളി അവഗണിച്ചു. മുരളി ഗോപിയുടെ ഫേസ്ബുക്ക് പേജിൽ കമന്റുകളുടെ കുത്തൊഴുക്കായിരുന്നു. നിങ്ങളുടെ നിലപാടാണ് ശരിയെന്നും വിമർശിക്കുന്നവരുമുണ്ട്. പക്ഷേ ഇതിനൊന്നും വില കൊടുക്കുന്നയാളല്ല ഭരത് ഗോപിയുടെ മകൻ മുരളീകൃഷ്ണൻ എന്ന മുരളി ഗോപി. 7 സിനിമകൾക്കാണ് മുരളി ഗോപി ഇതുവരെ തിരക്കഥ എഴുതിയത്. ഈ സിനിമകളെല്ലാം തന്നെ പ്രമേയത്തിലെ വ്യത്യസ്തതയും പറയുന്ന വിഷയത്തിലെ ആനുകാലിക പ്രസക്തി കൊണ്ടും കയ്യടി നേടിയവയാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും ഈ അടുത്ത കാലത്തും ഇടതുപക്ഷത്തിന്റെ ബഹിഷ്കരണത്തിനും വിമർശനത്തിനും വിധേയമായപ്പോൾ സൈബർ പോരാളികൾ സംഖ്യയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ സിനിമയാണ്, ഇടതുപക്ഷത്തെ നോക്കിക്കാണുന്ന ചിത്രമാണ്. പക്ഷേ മുഖ്യധാര ഇടതുപക്ഷത്തെ വിമർശിക്കുന്നത് മൊത്തം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് എതിരായ വിമർശനമാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ കൈതേരി സഹദേവന് പിണറായി വിജയന്റെ സാമ്യമുണ്ടെന്ന നിരീക്ഷണത്തോട് മുരളിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: സമകാലികമായ ചില സാമ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. ആ സാമ്യങ്ങൾ ആ കഥാപാത്രം ഏതെങ്കിലും ഒരു വ്യക്തിയെ മുൻനിർത്തി ഉള്ളതല്ലെന്ന് ഉറപ്പിച്ചു പറയാം. മുഖ്യധാര ഇടത് രാഷ്ട്രീയത്തിലെ വ്യക്തി ആരാധന വളർച്ച എങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് ആ ചിത്രം കാണിക്കുന്നുണ്ട്. ഇടതിൻ്റെതായ ഇടങ്ങളിൽ വ്യക്തി ആരാധന വന്നാൽ അത് വലതുപക്ഷമായി മാറും. ഇതായിരുന്നു മുരളിയുടെ മറുപടി. ഞാൻ എഴുതിയിട്ടുള്ള സിനിമകളിൽ ഏതെങ്കിലും തരത്തിൽ പ്രേക്ഷകരെ പ്രീതിപ്പെടുത്താൻ എൻ്റെ ഭാഗത്തു നിന്നും മനഃപൂർവ്വമായ യാതൊരു ശ്രമവും ഉണ്ടായിട്ടില്ലെന്നും പലകുറി അയാൾ പറഞ്ഞു. ടിയാൻ, ഈ അടുത്ത കാലത്ത് എന്നീ സിനിമയുടെ പ്രമേയത്തിന് വിമർശനമുയർന്നപ്പോൾ മുരളി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ അടുത്ത കാലത്ത് എന്ന സിനിമയിലെ ശാഖ കാണിച്ചപ്പോൾ വിമർശനം നേരിടേണ്ടി വന്നെന്നും ശാഖ കാണിക്കാനേ പാടില്ല എന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വലതുപക്ഷ രാഷ്ട്രീയത്തിനും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും ഞാൻ എതിരാണ്. പക്ഷേ അവരെ മനുഷ്യരായി കാണരുത് എന്ന് പറയുന്നത് ഞാൻ എതിരാണ്. മനുഷ്യരായി കാണേണ്ടത് ഗാന്ധിയൻ ആദർശമാണ്. മനുഷ്യരായി കണ്ടുകൊണ്ട് എതിർക്കേണ്ടത്, അല്ലാതെ പരിഹസിച്ചുകൊണ്ടല്ല. എഴുത്തുകാരനോളം വലുതാണ് മുരളിയിലെ മനുഷ്യ മനസ്സിലെ ദീർഘവീക്ഷണവും. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ ബഡ് ജയൻ എന്ന ഇന്ദ്രജിത്തിന്റെ പോലീസുകാരൻ പാർട്ടിക്കാരോട് മാപ്പ് പറയാൻ പറയുമ്പോൾ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതിങ്ങനെയാണ്: എൻ്റെ വീട്ടിലെ ചുമരിൽ കുറേ പേരുടെ പടമൊന്നുമില്ല, ഒറ്റ പടം മാത്രമേ ഉള്ളൂ, എൻ്റെ അച്ഛൻ്റെ. മാപ്പ് ജയൻ പറയൂല, അഴിയെങ്കിൽ അഴി, കയറെങ്കിൽ കയറ്. ആ എഴുത്തിൽ ഒരു നിലപാടുണ്ട്, പറയേണ്ടത് പറയാനുള്ള ആർജവമുണ്ട്. എഴുത്തിനോളം ശക്തമായ വിമർശനം മറ്റൊന്നിനുമില്ലാത്തതിനാൽ തന്നെ അയാളുടെ എഴുത്തുകാരനും നിലപാടുകൊണ്ട് ശക്തമാണ്.